രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് രാത്രിയിലേ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു മൂഡ് ഓഫ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചിട്ട് പുട്ടും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മടി ഇനി സമ്മതിക്കൂല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പാസ്ത ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ പണിയും കുറയും, കുട്ടികൾക്ക് ഇഷ്ടവുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് പാസ്തൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണെന്നല്ലേ വിധി കാണിച്ചു തരാം. പാസ്ത വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് കത്തിച്ച് ഉപ്പും ഓയിലും ആഡ് ചെയ്ത് തിളച്ച് വരുമ്പോൾ പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതുവരെ ഇതൊക്കെ ശരിയാണ് കേട്ടോ. പാസ്തൻ്റെ വേവ് നോക്കി ഊറ്റാൻ കോരി തെരഞ്ഞു പോയ സമയം കൊണ്ട് ആ ചൂട് കിടന്ന് എൻ്റെ പാസ്ത വെന്തുപോയി. വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് കത്തിയോണ്ട് വേവൊക്കെ നോക്കിയതേനും. അത് സാരമില്ല, നമ്മൾ തോറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. വെളുത്തുള്ളി, ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം. അപ്പോൾ ഇനി ബാക്കി പ്രിപ്പറേഷൻസ് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് കത്തിച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തതിൻ്റെ ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതും ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് 2 സ്പൂണ് മൈദ ഇട്ടിട്ട് കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കണം. ആദ്യം നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കട്ടയൊന്നും ഇല്ലെങ്കിൽ ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കിയും കൂടിയുള്ള പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാത്രം ചെറുതായതാണോ പാസ്ത കൂടുതലാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം ക്രീമി ആയിട്ട് വേണോ അത്രത്തോളം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 2 സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നില്ലേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാനും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത്. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ഇടുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. 2 ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഓർക്കുക, തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തുറന്നിട്ട് സെർവ് ചെയ്യാം. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. മടി വരുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും. പാസ്ത വെച്ചിട്ടൊന്നല്ല കേട്ടോ, നമ്മളെ സാധാരണ മക്രോണി വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ